ഹലോ സർ. വാസുദേവൻ. ഹലോ സർ. നിങ്ങൾ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. എന്താ സാർ കാര്യം? അറിഞ്ഞാലേ വരൂ. നീൽ മഹേഷിനെ ആക്രമിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിരുന്നോ? ആ ക്രിമിനൽസിനെ ഞങ്ങൾ പിടിച്ചു. അവർ തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. സർ ഒരു മിനിറ്റ്. സാർ അവൻ എൻ്റെ പെങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് വരട്ടെ എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊക്കെ അത്യാവശ്യം കാര്യമുള്ള ആൾക്കാരല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്തായാലും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അറിയാലോ, മീഡിയ അറിഞ്ഞാലുള്ള സ്ഥിതി. പിന്നെ ഞങ്ങളുടെ കൺട്രോളിലായിരിക്കില്ല കാര്യങ്ങൾ. എന്നാ അച്ഛനെ വിട്ടേക്ക്, ഞാൻ ആ കൊട്ടേഷൻ കൊടുത്തേ. അവരുടെ മൊഴി ഞങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ രണ്ടാളും കുറ്റക്കാരാ, പ്രതികളായിട്ട് വരും. ഞാൻ വരാടാ, എനിക്കാരും പേടിയില്ല. അപ്പൊ കാണാം മോളെ, നീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. ഇനി കോടതി, ജയില്. തൃപ്തിയായല്ലോ നിനക്ക്? അമ്മ എന്തിനാ കരയുന്നത്? തെറ്റെയ്തിട്ടല്ലേ അവരെ പോലീസ് കൊണ്ടുപോയത്? അപ്പോ ആ അറ്റാക്കിന് പിന്നിൽ അച്ഛനും ഗണേശും ആയിരുന്നല്ലേ? അനുഭവിക്കട്ടെ. നീ ഇത്രയും ദുഷ്ടയായി പോയല്ലോ. സ്വന്തം അച്ഛനെ കൂടപ്പറപ്പിനെ പോലീസ് കൊണ്ടുപോയത്. എന്നിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു? കുറ്റം ചെയ്തവര് ശിക്ഷ അനുഭവിക്കണ്ടെന്നാണോ അമ്മ പറയുന്നത്? കുറ്റം ചെയ്തത് അവരല്ല, ഞാനാ. നിന്നെ ഞാൻ പ്രസവിച്ചു, വളർത്തി വലുതാക്കി. അതിനുള്ള ശിക്ഷ ഇപ്പൊ ഞാൻ കണ്ടത്. ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് നീ വിചാരിക്കണ്ട. ഒരു പോറല് പോലും ഏൽക്കാതെ അവരിവിടെ തിരിച്ചു വരണം. ഇല്ലെങ്കിൽ അവനെതിരെ ഇനി കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത് ഈ ഞാനായിരിക്കും. വെറുതെ ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ ആയിരിക്കില്ല, കൊന്നുകളയാനായിരിക്കും ആ കൊട്ടേഷൻ. ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല പിന്നവൻ. അമ്മേ, അതേടി, അമ്മ തന്നെയാ. അറിയാലോ അല്ലേ, വാശി പിടിപ്പിച്ച മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നവളാ നിന്റെ ഈ അമ്മ. താലി കെട്ടി എന്റെ ഭർത്താവും ഞാൻ പ്രസവിച്ച എന്റെ മോനും, അവരെ രണ്ടുപേരെയോ പോലീസ് ഇപ്പൊ കൊണ്ടുപോയത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് രണ്ടുപേരും പോയ പോലെ ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നീ വിവരം അറിയും. അമ്മ ഈ പറയുന്നതിലൊരു ന്യായവും ഇല്ല. നീ കാണിക്കുന്നതിനുണ്ടല്ലോ. നീ ഒറ്റ ഒരുത്തിയാ ഈ വീട്ടിലെ സമാധാനം കളഞ്ഞത്. നിനക്കിപ്പോ ഞങ്ങളൊന്നും ആരും അല്ലല്ലോ. ഇന്നലെ പരിചയപ്പെട്ട അവനാണല്ലോ നിനക്കിപ്പോ വലുത്. ഇനി എന്ത് കണ്ടിട്ടാടി അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അവന് പോലും നിന്നെ വേണ്ടല്ലോ. പിന്നെ എന്തിനാടി ഒരു കൊടിച്ചു പട്ടിയെ പോലെ വാലാട്ടി ചെല്ലുന്നത്? അതെന്റെ ഇഷ്ടമാ, അതിലൊന്നും ആരും ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ ഇടപെടും, എനിക്കതിനുള്ള അവകാശമുണ്ട്. കാരണം ഞാൻ നിന്റെ അമ്മയാ.